സമയം തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തലുകൾ വീണ്ടും പുറത്തു വരുന്നുണ്ട്. BJP കൗൺസിലറുടെ വീട്ടിൽ 11 വോട്ടുകൾ, കോർപ്പറേഷൻ കൗൺസിലറായ ആതിരയുടെ വീട്ടിലാണ് കൂട്ടമായി വോട്ട് ചേർത്തത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണന് പുറമെ 9 പേരാണ് ഇതേ മേൽവിലാസത്തിലുള്ളത്. തൃശ്ശൂരിലും അതേസമയം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ സുരേഷ് ഗോപിയോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം മൗനം തുടരുകയാണ്. അതേമസ് ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോ, ഇതെങ്ങനെയാണ് കൂടുതൽ ഇപ്പോൾ 11 പേരുടെ കൂടി പേര് ചേർത്തതായുള്ള വിവരം? ഇവർക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുകൾ ഉണ്ടോ? ഇവർ ഇവിടെ 6 മാസമായിട്ടെങ്കിലും താമസിച്ചിട്ടുണ്ടോ? എന്താണ്? അതായത് BJPയുടെ കൗൺസിലറായ V ആതിരയുടെ വീട്ടിലാണ് ഇത്രയധികം വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. പള്ളിപ്പറ്റ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് വെച്ച് ആ വീടിൻ്റെ അഡ്രസ്സ് വെച്ചാണ് 11ഓളം പേർക്ക് നിലവിൽ വോട്ട് ചേർക്കാനായുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ V ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിന് പുറമെ ഈ കൗൺസിലർ ആതിരയുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ഇവിടെ വോട്ടുണ്ട്. ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ മറ്റിടങ്ങളിലും വോട്ടുള്ളവരാണ്. അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് അവിടെ നിന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഉമാ മണികണ്ഠൻ എന്ന് പറയുന്ന തൃത്താല നാഗശ്ശേരിയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഒരു സ്ത്രീ. അതിനോടൊപ്പം തന്നെ ഈ ആതിരയുടെ ഭർത്താവ് ആദർശ് ദാമോദരൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആശിഷ്, ഇവരുടെ എല്ലാവരുടെയും തന്നെ വോട്ട് ഈ ഒരു മേൽവിലാസത്തിൽ തന്നെയാണ്. അതിന് പുറമെ മറ്റ് കുറച്ച് ആളുകളുടെ കൂടി വോട്ടുകളും ഇവിടെ ചേർത്തിട്ടുണ്ട്. സമാനമായ രീതിക്ക് നിരവധി വോട്ടുകളാണ്, അതായത് 11 വോട്ടുകളാണ്. അതിൽ ഉള്ള കുറച്ച് പേരുകൾ ഞാൻ വായിക്കാം. രാജൻ എന്ന് പറയുന്ന വ്യക്തി പള്ളിപ്പറ്റ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെയും ഹൗസ് നമ്പർ ഈ കൗൺസിലറായ ആതിരയുടെ അതേ വീട്ടു നമ്പറും അഡ്രസ്സും തന്നെയാണ്. അതുപോലെ തന്നെ ജ്യോതി എന്ന് പറയുന്ന ഒരു വ്യക്തി, ജ്യോതി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി, കൂടാതെ ഉഷ പ്രഭാകരൻ, വൈശാഖ് V രാജൻ, കൂടാതെ മറ്റു കുറച്ച്, അതായത് അവരുടെ ഒപ്പം തന്നെയാണ് ക്രമനമ്പറായി തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായോ? ഞാൻ രാവിലെ മുതൽ തന്നെ ഈ BJP കൗൺസിലറായ ആതിരയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരേക്കും സാധാരണഗതിയിൽ വിളിക്കുമ്പോഴൊക്കെ തന്നെ ഫോണിൽ ലഭ്യമാകാറുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇതുവരേക്കും അവർ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ നിരവധി തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരേക്കും അവർ ഫോണിൽ ലഭ്യമായിട്ടില്ല. ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ വിളിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ യാതൊരു വിധത്തിലും ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. ഇതിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ്. BJP കൗൺസിലറുടെ വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്നാണ്. BJP ഉപാധ്യക്ഷന്റെ പേരുകൂടി മേൽവിലാസത്തിലുണ്ട്. അങ്ങനെ മറ്റിടങ്ങളിൽ വോട്ടുകളുള്ള ആളുകളുടെ പേരുകൾ ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലിഷോയാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.